ഒരിക്കല് ഒരു കൂട്ടം തവളകള് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഇങ്ങനെ കൂട്ടമായി ചാടി 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 യാത്ര ചെയ്യുന്നതിനിടയിൽ യാദൃശികമായി ഒരു 2 തവളകൾ കാട്ടുവഴിയിലെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയിൽ വീണു. കുഴിയിൽ വീണ ഉടനെ തന്നെ മറ്റുള്ള തവളകളെല്ലാം കുഴിയുടെ ചുറ്റും ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച, ആ കുഴി അത്യാവശ്യം ആഴമുള്ളതായിരുന്നു. അവര് മുകളിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ 2 പേർക്കും ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ കുഴിയിൽ വീണ 2 തവളകൾ കരഞ്ഞു. എന്നിട്ടവർ ഉയർന്ന് ചാടാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട്. പക്ഷെ മറ്റുള്ള തവളകൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ 2 തവളകളും തങ്ങളുടെ ശ്രമം അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. പക്ഷെ ചാടി ചാടി അവരുടെ ശരീരത്തിലൊക്കെ മുറിവുകൾ പറ്റാൻ തുടങ്ങി. ഉടനെ മുകളിലുള്ള തവളകൾ പറഞ്ഞു, ഇനി നിങ്ങൾ ചാടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇനി ചാടും തോറും നിങ്ങളുടെ കാലുകൾ ഒടിയാൻ സാധ്യതയുണ്ട്. ഇതാ ദേഹത്ത് മുറിവുകൾ പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ മരണം വേദനാജനകമായിരിക്കും. ആയതിനാൽ അധികം വേദനയില്ലാതെ മരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ചാട്ടം നിർത്തുക. മുകളിലുള്ളവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഒരു തവള അവർ പറഞ്ഞത് കേട്ട് തന്റെ ചാട്ടം അവസാനിപ്പിച്ചു. ഒരു തവള മാത്രം അത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ ചാടിക്കൊണ്ടേയിരുന്നു. ചാട്ടം നിർത്തിയ തവള മനസ്സുകൊണ്ട് മടുത്ത് അധികം വൈകാതെ ആ കുഴിയിൽ ചത്തുവീണു. പക്ഷെ മറ്റേ തവള നിർത്തിയില്ല, വീണ്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലുണ്ടായിരുന്ന തവളകൾ വീണ്ടും ആവർത്തിച്ച് അവരോട് പറഞ്ഞു, ഇതാ നിന്റെ കൂട്ടുകാരൻ ചെയ്തതുപോലെ സമാധാനത്തിൽ മരിക്കുക. നീ എന്തിനാണ് വെറുതെ ചാടി കൂടുതൽ മുറിവും വേദനയും ഉണ്ടാക്കി വേദന സഹിച്ചു മരിക്കുന്നത്? പക്ഷെങ്കിലും അവൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവൻ ചാടിക്കൊണ്ടേയിരുന്നു. അവസാനം ഒരൊറ്റ ചാട്ടത്തിൽ അവൻ കുഴിക്ക് മുകളിലെത്തി. കുഴിക്ക് മുകളിലെത്തിയ അവൻ തന്റെ കൂട്ടുകാരോട് നന്ദി പറഞ്ഞു, നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി. ഉടനെ തന്നെ മറ്റു തവളകൾ അവനോട് ചോദിച്ചു, പ്രോത്സാഹനത്തിന് നന്ദിയെന്നോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ഉടനെ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾ പറഞ്ഞതൊന്നും സത്യത്തിൽ ഞാൻ കേട്ടില്ല. കാരണം ഈ തവളയ്ക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു. മുകളിൽ നിന്ന് പറയുന്നവരുടെ ചെറിയ ശബ്ദങ്ങൾ മാത്രമാണ് ഈ തവള കേൾക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൻ വിചാരിച്ചത് മുകളിലുള്ള തവളകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ്. ഈ പ്രോത്സാഹനമാണെന്ന് കരുതിയിട്ടാണ് ഇവൻ വീണ്ടും ഉയർന്നു ചാടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ തവള രക്ഷപ്പെടുന്നത്. അതെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ചിലരൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാളെ കൊല്ലാനും സാധിക്കും, മാനസികമായി കൊല്ലാനായിട്ട്. നമ്മുടെ ചെറിയ വാക്കുകൾ കൊണ്ട് ജീവിതത്തിലേക്കും വരുത്താനും സാധിക്കും, ഒപ്പം തന്നെ കൊല്ലാനും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് എന്തുകൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൂടാ? നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തില് വലിയൊരു ഇഫക്റ്റ് ഉണ്ട്. ആയതിനാൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ നാക്കെടുത്ത് പ്രയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. പറയുന്നതിന് മുൻപ് ബുദ്ധിപൂർവം ചിന്തിക്കുക. ചെറിയൊരു തട്ടൽ കൊണ്ട് ഷോൾഡറിലും തട്ടിയിട്ട് നന്നായി എന്ന് അവനെ ഒന്ന് എൻകറേജ് ചെയ്താൽ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ചിലപ്പോൾ ജീവിതത്തിന്റെ വലിയ ഉയരങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ളവർ എത്തിച്ചേരും. ആയതിനാൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയൊരു മനസ്സ്, നല്ലത് പറയാനുള്ള വലിയൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.